ഒരു 10-15 കൊല്ലം മുമ്പിട്ട ഇൻ്റർലോക്കാണ് കേട്ടോ ഇത് കണ്ടില്ല. നമ്മൾ ആകെ ഇവിടെ മണ്ണൊക്കെ വന്ന് പുല്ലൊക്കെ വന്ന് ആകെ വൃത്തിയുടെ കിടക്കുന്ന ഒരു സൈറ്റാണ് ഇത്. ഏകദേശം 5000-ലേറെ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഏതായാലും നല്ല പഴക്കം ചെന്ന ഇൻ്റർലോക്കാണ്. നമ്മൾ ഇതിമ്മഞ്ഞ് മൊത്തം പുതിയ പോളിഷ് ചെയ്തിട്ട് കുട്ടപ്പനാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള ഈ പുല്ലുകൾ കളകളൊക്കെ ഒഴിവാക്കാൻ പോവാണ്. ഒരുപാട് ഏരിയയിലൊന്നുമില്ല, കുറച്ച് ഏരിയയിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നല്ല ഹൈ പ്രഷർ കാർ വാഷർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചളി മണ്ണൊക്കെ ക്ലീനാക്കാൻ പോകട്ടോ. അതിൽ ഒച്ചുപിടിച്ച കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കണ്ട കറുത്ത ഭാഗം അതാ പോകണ്ടില്ലേ. ഓരോ കട്ടമ്മലും ഇതേപോലെ ക്ലീനാക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കിയിട്ട് ഓരോരോ കട്ടകളും ക്ലീനാക്കിയിട്ട് നമ്മൾ ആദ്യം വൃത്തിയാക്കിയിട്ട് ക്ലീനിങ് ചെയ്യും. അതിന് ശേഷം നമുക്ക് പോളിഷ് ചെയ്യാം. അങ്ങനെ ആദ്യമല്ലേ നമ്മളെ മണ്ണും ചളിയും പുല്ലൊക്കെ ആദ്യം ഒഴിവാക്കിയിട്ടുണ്ട്, ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോളിഷ് ചെയ്യാം. ഇതാ നമ്മളെ പോളിഷിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റ കളറാക്കാനാണെന്ന് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. 2 കളർ വേണ്ട, ഒറ്റ കളർ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ കളറാക്കിയിട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ലൈറ്റ് ഗ്രേയിൽ വരുന്ന പോളിഷായിരുന്നു ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഒന്നുകൂടി ഇത് ഇങ്ങനത്തെ ഈ ബ്ലാക്കും ഗ്രേ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഡാർക്ക് കളറാണെങ്കിൽ ഒന്നുകൂടി വൃത്തിയായിരുന്നു. ഏതായാലും ഇത് ഫുള്ള് ലൈറ്റ് അല്ല, ഒരു മീഡിയം ലെവൽക്കാണ്. എന്നാലും രണ്ടൊരു സിംഗിൾ വേറെ ഡബിൾ കോട്ട് അടിച്ചാൽ സംഭവം നല്ല വൃത്തിയായി മാറും. അപ്പോൾ ഇതാ ഏറെക്കുറെയൊക്കെ 1-ാം കോട്ട് പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം പകുതിയിലേറെ ഇപ്പം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ഭാഗം കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതേപോലെ റീപോളിഷിങ്ങിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാ ബന്ധപ്പെട്ടുകളി നമ്പർ ഇതിന്മേൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.